നമസ്കാരം. റേഡിയോ മുഖം സൺഡേ സ്പെഷ്യൽ സ്റ്റോറി. നീന്തൽ അറിഞ്ഞേ പറ്റൂ. സംസ്ഥാനത്ത് കഴിഞ്ഞ 7-8 മാസത്തിനിടെ ജലാശയങ്ങളിൽ മുങ്ങി മരിച്ചത് 500-ലധികം പേർ. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും. നീന്തൽ അറിയാതെയും വേണ്ടത്ര മുന്നൊരുക്കമോ പരിശീലനമോ ലഭിക്കാതെയും അതിസാഹസികമായി തോടുകളിലും പുഴകളിലും കുളങ്ങളിലും ഇറങ്ങുന്ന പലരെയും മരണം കീഴടക്കി. കരുതലില്ലാതെ വെള്ളത്തിൽ വീണവരെ രക്ഷിക്കാനിറങ്ങിയവരും അപകടത്തിൽപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 60ഓളം മുങ്ങിമരണങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടായത്. നീന്തൽ അറിഞ്ഞിട്ടും അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് അപകടത്തിൽപ്പെടുന്ന അപൂർവം ചില ആളുകളുമുണ്ട്. മലയോര മേഖലയിലെ ആനക്കാംപൊയിൽ, പുല്ലൂരമ്പാറ പോലുള്ള പ്രദേശങ്ങളിലും ഇരുവഞ്ഞിപ്പുഴ ഉൾപ്പെടുന്ന മറ്റു പുഴകളിലും നീന്തൽ അറിയാത്തതുകൊണ്ട് മാത്രം മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന നിരവധി പേരുണ്ട്. യുവാക്കളും വിദ്യാർത്ഥികളും ജലാശയങ്ങളിൽ ഇറങ്ങുന്നവരും നിർബന്ധമായും നീന്തൽ അറിഞ്ഞേ പറ്റൂ. പഞ്ചായത്ത് തലങ്ങളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനത്തിനുള്ള അവസരമുണ്ടെങ്കിലും അവ വേണ്ടത്ര കാര്യക്ഷമമാകുന്നില്ല. മികച്ച ഒരു ഗൈഡിനെ നിയമിച്ച് ജലാശയത്തിൻ്റെ സ്വഭാവം പഠിച്ച് ശരീരത്തെ സജ്ജമാക്കി നീന്തുന്നതോടെ മുങ്ങിമരണത്തെ തടയാനാവും. തീർത്തും സൗജന്യമായി നീന്തൽ പരിശീലനം നടത്താൻ പോലും സാഹചര്യമുണ്ടായിട്ടും മഹാഭൂരിപക്ഷം പേരും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സങ്കടം. ഒരു മികച്ച വ്യായാമം എന്നതിനപ്പുറം നീന്തി രക്ഷപ്പെടുകയെന്ന പ്രയോഗം പോലും ഇതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നീന്തൽ അറിയാത്തതുകൊണ്ട് മാത്രം മരണത്തിന് കീഴടങ്ങിയ നിരവധി ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും നമുക്ക് ചുറ്റിലുമുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാമെന്ന പോലെ ഒഴുക്കിനെതിരെ നീന്തിക്കയറി മുന്നേറുകയെന്നത് ആത്മവിശ്വാസം സമ്മാനിക്കുന്നു. ഇനി ഒരാളുടെയും ജീവൻ നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടുകൂടാ. അതിന് ലഭ്യമാകുന്ന സമയത്ത് മികച്ച ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ നീന്തൽ പഠിച്ചു വെക്കുക. മുങ്ങിമരണങ്ങളില്ലാത്ത കാലത്തിലേക്ക് നീന്തൽ പഠനം ഒരു കൈത്താങ്ങാവട്ടെ.